പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് നീനു മേരി ജോസഫ്. ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു. ഞാൻ 2024 നവംബർ 23 ഉടമ്പടി എടുത്തത്. ഇതിൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് എൻ്റെ കേറ്ററ്റ് എക്സാമിന് പരിശുദ്ധ അമ്മ വഴി ഈശോ എനിക്ക് എന്ന അനുഗ്രഹത്തിനാണ്. ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് ഒരു എലിജിബിൾ ടീച്ചറായിട്ടാണ്. അതെനിക്ക് ഈ ടൈറ്റിൽ എനിക്ക് തന്നത് തന്നെ പരിശുദ്ധ അമ്മയാണ്. ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഒരു തവണ കേറ്ററ്റ് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഫെയിലായിരുന്നു ആയത്. പക്ഷേ അന്ന് എനിക്ക് പരിശുദ്ധമ്മ വേറൊരു സാക്ഷ്യം പറയാൻ അവസരം തന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂടെയുള്ളൊരു കുട്ടിക്ക്, അക്രൈസ്തയായിട്ടൊരു കുട്ടിക്ക് അന്ന് കേറ്ററ്റിൻ്റെ എക്സാം പാസ്സായിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കഴിഞ്ഞ സാക്ഷ്യത്തിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ തോൽവി അന്ന് എനിക്കൊരു തോൽവി ആയിരുന്നില്ല. ഞാൻ പോലും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഞാൻ ഒരു പരാതി പോലും പരിശുദ്ധ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതെനിക്ക് ഭയങ്കര വലിയൊരു സന്തോഷമാണ്. കാര്യം അക്രൈസ്തയായിട്ടുള്ള ആ കുട്ടിക്ക് പരിശുദ്ധ അമ്മ വഴി നൽകി അവിടെ വിശ്വാസം വർദ്ധിച്ചു എന്നുള്ളതായിരുന്നു. അതായിരുന്നു എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ വിജയം. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പരാതിയും കൂടാതെ എൻ്റെ ഉടമ്പടിയിൽ കൂടുതൽ വിശ്വാസത്തോടെ മുന്നേറി. അതിനുശേഷം എനിക്ക് അടുത്ത ഡേറ്റ് വന്നു എൻ്റെ കേറ്ററ്റ് എക്സാമിന്. അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്തു. എൻ്റെ സ്റ്റഡി സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാര്യം ഞാൻ ഒരുപാട് യൂട്യൂബ് ക്ലാസ്സസ് കണ്ട് പഠിക്കാൻ തുടങ്ങി. എനിക്കന്ന് ഫ്രീ ആയിരുന്നെങ്കിൽ ഇത് മാത്രം പഠിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഞാൻ ക്ലാസ് കണ്ട് 1 മണിക്കൂർ കഴിയുമ്പം ഞാൻ പഠിച്ചതൊന്നും എനിക്ക് ഓർമ്മയുണ്ടാവില്ല. അത് കഴിഞ്ഞ് വീണ്ടും ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കാണാൻ തുടങ്ങി. കണ്ട ക്ലാസ് തന്നെയാണ് 3-4 തവണ വീണ്ടും കണ്ടു. ഒരു രക്ഷയില്ല, ഒരു ഓർമ്മയില്ല. നോട്ട് എഴുതി പഠിച്ചു. എഴുതിയ നോട്ട് വീണ്ടും വായിച്ചു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ മെറിറ്റിൽ ഇതെനിക്ക് കിട്ടില്ല എന്ന് മനസ്സിലായി. കാര്യം എനിക്ക് മുന്നോട്ട് പഠിക്കാനുള്ള ചാൻസ് പോലും ഉണ്ടായിരുന്നില്ല. കാര്യം അത്രത്തോളം മാനസികമായിട്ട് ഞാൻ വിഷമിച്ചിരുന്നു. പഠിക്കുന്ന സമയം മുഴുവൻ കരച്ചിൽ മാത്രമായിരുന്നു. ഇപ്പോൾ എത്രത്തോളം പേർക്ക് ഇത് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. കാര്യം അത്രയും പഠിച്ചിട്ട് പോലും ഒരു ഓർമ്മയില്ലാത്തൊരവസ്ഥയെന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന എഫേർട്ട് മുഴുവൻ അവിടെ 0 ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്തു. ഞാൻ അമ്മയോട് പറഞ്ഞു ഇത് എന്നെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. എനിക്ക് പക്ഷേ ഞാൻ ഈ 2 വർഷം പഠിച്ചതും ഞാൻ ആ DLED എന്നുള്ള കോഴ്സ് പാസ്സായതും പരിശുദ്ധ അമ്മ എന്നെ അനുഗ്രഹിച്ചു. ഞാൻ ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഞാനിത് പാസ്സായത് അമ്മയാണ്. അപ്പം ഞാൻ പാസ്സായതിന് വല്ല വിലയും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ എക്സാം പാസ്സായാലേ എനിക്ക് സ്കൂളിൽ ടീച്ചറായിട്ട് പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കോഴ്സ് ഞാൻ പാസ്സായിട്ടുണ്ടെങ്കിൽ ഈ എലിജിബിലിറ്റി ടെസ്റ്റും എന്നെ അമ്മ പാസ്സാക്കണമെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. എക്സാം അടുക്കും തോറും എൻ്റെ പഠനം കുറഞ്ഞു വന്നു. കാര്യം ബുക്ക് തുറക്കുമ്പോൾ എനിക്ക് ടെൻഷനാവും, എനിക്ക് ഡിപ്രഷനാകും, കരച്ചിലാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ മെൻ്റലി ഞാൻ ഒട്ടും ഓക്കെ അല്ലാത്തതുകൊണ്ട് ഞാൻ പതുക്കെ പഠനം അങ്ങ് കുറച്ചു. പക്ഷെ ഞാൻ ഉടമ്പടിയിൽ നന്നായിട്ട് നിന്നു, നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദിവസം 6 ജപമാലയൊക്കെ മുട്ടി നിന്ന് ചൊല്ലാൻ തുടങ്ങി. കാരുണ്യപ്രവൃത്തിയും പ്രേക്ഷിത പ്രവൃത്തിയൊക്കെ നന്നായിട്ട് ചെയ്തു. അങ്ങനെ എക്സാം ടൈം വന്നു. ഞാനന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഫുള്ള് ഞാൻ മാതാവിൻ്റെ ഒക്കെ കൊടുത്തു. ഞാൻ ഇത്രയും പഠിച്ചു എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. കാര്യം പഠിച്ചതൊക്കെ വെറും 0 ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതിനകത്തൊന്നും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ഈശോയും മാതാവും കൂടെ ഇല്ലാതെ നടക്കുകയില്ല എന്നുള്ളത്. ഞാൻ മാതാവിനോട് ഈശോയോടും പറഞ്ഞു ഞാൻ തോറ്റാലും ജയിച്ചാലും കുഴപ്പമില്ല, എനിക്ക് എന്തായാലും അമ്മയും ഈശോയും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പക്ഷേ ഞാൻ തോറ്റ് കഴിഞ്ഞാൽ ഞാൻ ആദ്യത്തെ തവണ ഫെയിലായപ്പോഴും എൻ്റെ കൂടെയുള്ള കുട്ടികളോട് എല്ലാവരോടും ഞാൻ പറയുമായിരുന്നു നിങ്ങൾ ഇവിടെ വരണം, ഉടമ്പടി എടുക്കണം, പാസ്സാകും. അപ്പം ആദ്യം ഞാൻ തോറ്റപ്പോഴും ഞാൻ ഈ പറയുന്നതിനകത്ത് ഒരു കുറവും വരുത്തില്ല, ഞാൻ കൂട്ടിയതേ ഉള്ളൂ. അപ്പം ഈ തവണ ഞാൻ തോറ്റുപോയി കഴിഞ്ഞാൽ അവരുടെ മുന്നിൽ അവരെന്നോട് പറഞ്ഞില്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് തോന്നും ഇതൊക്കെ വെറുതെയാണ്. അതുകൊണ്ട് അതിനിടയാക്കല്ല. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടെങ്കിലും കാറ്റഗറി 1ഉം 2 എക്സാം നമുക്ക് LP പഠിപ്പിക്കാനൊന്നും UP പഠിപ്പിക്കാനൊന്നും ഏതെങ്കിലും ഒന്ന് എനിക്കൊന്ന് പാസ്സാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എക്സാമിന് പോകുമ്പോൾ ഞാൻ ജപമാലയൊക്കെ ചൊല്ലിക്കൊണ്ടാണ് പോകുന്നത്. വേറെ പഠിക്കുന്ന കാര്യം ഒന്നും തിരിഞ്ഞു നോക്കുന്നു പോലും, ടെക്സ്റ്റൊന്നും എടുക്കാതാണ് പോകുന്നത്. കാര്യം അതൊന്നും എടുത്തിട്ടൊരു കാര്യമില്ലെന്നുള്ളതുകൊണ്ട് അങ്ങനെ ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ ഓപ്പോസിറ്റ് കയറുന്ന ഒരു ചേച്ചിയുടെ കഴുത്തിൽ കൃപാസന മാതാവിൻ്റെ കാശുരൂപമായിരുന്നു. അതെനിക്ക് ഭയങ്കര ഒരു ബലമായിരുന്നു. ഞാനത് അടയാളമായിട്ട് തന്നെ സ്വീകരിച്ചു. ഞാൻ എക്സാമിന് പോയി. എക്സാം സെൻറ്ററിൽ കയറുന്ന ആ ഒരു ഗേറ്റിൻ്റെ അവിടെ തന്നെ ഞാൻ പരിശുദ്ധ അമ്മയുടെ വിശുദ്ധ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ഇനി ഒരിക്കലും 3ാമത് തവണ കൂടെ വന്ന് എഴുതാൻ ഇടയാക്കില്ല. കാരണം എഴുതാനുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ, പഠിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ആ സമയത്തുണ്ടാകുന്ന മാനസിക പ്രശ്നം ഭയങ്കര വലുതാണ്. ഞാൻ പഠിക്കുന്ന സമയത്ത് ചിന്തിച്ചിട്ടുണ്ട് എനിക്ക് ബുദ്ധിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഹോസ്പിറ്റലിൽ പോയി നോക്കിയാലോ, എൻ്റെ ഓർമ്മശക്തിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ. അത്രമാത്രം ഭയങ്കര ഒരു സഹന നിമിഷമായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ട് ഹോളിൽ കയറി. എക്സാം ഭയങ്കര ടഫായിരുന്നു, ഒന്നും അറിയില്ലായിരുന്നു, പഠിച്ചതൊന്നും തന്നെ വന്നിട്ടില്ലെന്ന് തന്നെ പറയാം. പക്ഷേ അറിയുന്നതൊക്കെ വെച്ച് എഴുതി. ഞാൻ ആദ്യം ഞങ്ങളുടെ ബബിളി ചെയ്യുന്നതിനകത്ത് നമ്മുടെ ഒറിജിനൽ എക്സാം പേപ്പറിനകത്ത് ബാക്കിലൊരു സെറോക്സ് കിട്ടും, നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് പിന്നീട് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ആദ്യമായിട്ട് ആ പരീക്ഷയ്ക്കകത്ത് എഴുതുന്നത് നമുക്ക് കിട്ടിയ സെറോക്സിനകത്ത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് എഴുതിയിട്ടാണ് ഞാൻ എക്സാം തുടങ്ങുന്നത്. ഞാൻ ഓരോന്ന് ബബിൾ ചെയ്തപ്പോഴും പ്രത്യക്ഷ സാക്ഷിയാക്കി മാറ്റണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എഴുതി. ഞാൻ ഉപ്പിട്ട് ഇരിക്കുന്നിടത്ത് ഉപ്പിട്ട് എൻ്റെ പേപ്പറിലും ഉപ്പിട്ട് വിശ്വാസ പ്രമാണം പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി. വേറെ
ഓർക്കാനോ ആലോചിക്കാനോ ഇല്ലായിരുന്നു. കാര്യം മനസ്സ് ഫുൾ ബ്ലാങ്ക് ആയിരുന്നു. ആകെ പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാതാവിനെ മുറുകെ പിടിച്ചു, കാശുരൂപം കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ എഴുതി തോന്നിയ ആൻസറൊക്കെ ബബിൾ ചെയ്തു. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് കാറ്റഗറി 2 എക്സാം ആയിരുന്നു. ഭയങ്കര ടഫ്, കാറ്റഗറി 1 ഭയങ്കര ടഫ്. ഇതുവരെയും കാണാത്ത ക്വസ്റ്റ്യൻസ്, ഒന്നും അറിയത്തില്ലെന്ന് വെച്ചാൽ ആ ഹോളിൽ ഇനി മുന്നോട്ട് എന്താവുന്ന പോലും അറിയാത്തൊരവസ്ഥയിൽ അതും ഇതുപോലെ തന്നെ ഉപ്പിട്ടും വിശ്വാസ പ്രമാണം ചൊല്ലിയും പ്രത്യക്ഷീകരണ 150 ക്വസ്റ്റിനകത്ത് 150 എണ്ണത്തിന് ഞാൻ പ്രത്യക്ഷീകരണ സാക്ഷിയാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിച്ചെഴുതി. അതിനുശേഷം ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ റിസൾട്ട് വന്നാലും ഞാൻ ഇവിടെ വന്നിരുന്നിട്ടേ നോക്കത്തുള്ളൂ. എൻ്റെ വീട് പത്തനംതിട്ടയാണ്, നല്ല ദൂരമുണ്ട് വരാൻ. പക്ഷെ ഞാൻ ഉറപ്പിച്ചു എന്തൊക്കെ വന്നാലും ഇവിടെ വന്നിട്ടേ നോക്കത്തുള്ളൂ എന്ന്. ഡിസംബർ 3 എൻ്റെ റിസൾട്ട് വന്നു. പക്ഷെ എനിക്കിവിടെ വരാൻ പറ്റിയില്ല, വൈകുന്നേരമായിരുന്നു. ഞാൻ നോക്കിയില്ല. എല്ലാവരും ചോദിച്ചു നോക്കുന്നില്ലേ, ഞാൻ പറഞ്ഞു നോക്കുന്നില്ല എന്ന് പറഞ്ഞു. 7-ാം തീയതി ഇവിടെ വരണമെന്നുണ്ടായിരുന്നു, അന്നും നടന്നില്ല. അപ്പോഴും എല്ലാവരും നോക്കി, റിസൾട്ട് നോക്കി. അവർക്കൊക്കെ കാറ്റഗറി 1, അതും എഴുതിയതിനകത്ത് ഒരു 4 പേര്, എൻ്റെ കൂട്ടുകാരനകത്ത് കുറേ പേര് എഴുതിയതിനകത്ത് ഒരു 4 പേർക്ക് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഉറപ്പായി ഇത്രയൊന്നും അറിയാത്ത എനിക്ക് തോക്കും. പക്ഷേ ഞാൻ വിശ്വാസമൊന്നും മാറ്റില്ല. ഞാൻ മാതാവിനോട് പറഞ്ഞു എന്താണേലും ഞാൻ വിട്ടുപോകത്തൊന്നുമില്ല, പിന്നെ ഇവരുടെ മുന്നിൽ എന്നെ പിടിച്ചു നിർത്തണം, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞു. മുന്നോട്ട് പ്രാർത്ഥിച്ചു. 7-ാം തീയതി വരാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഡിസംബർ 11 ഇന്ന് ഞാൻ ഇവിടെ വന്നു. ഇന്നാണ് ഞാൻ എൻ്റെ റിസൾട്ട് നോക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു നീ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത്, ഇത്രയും ടെൻഷൻ അടിച്ചു. ഞാൻ പറഞ്ഞു ടെൻഷനൊന്നുമില്ല, കാര്യം തന്നാലും തന്നില്ലേലും അത് മാതാവിൻ്റെ ഹിതമാണ്. മുന്നോട്ട് ഞാൻ പ്രാർത്ഥിക്കും, മുന്നോട്ട് ഞാൻ പാസ്സാണെങ്കിൽ എൻ്റെ വഴി ഇതേ ഉള്ളൂ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ വന്നു, രാവിലെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു, പോയി കുമ്പസാരിച്ചു, ഒരു സമ്പൂർണ്ണ ജപമാല മുത്തി നിന്ന് ചൊല്ലി. അതിനുശേഷം ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞ് അവിടെ ഇരുന്ന് എൻ്റെ റിസൾട്ട് നോക്കി. ഞാൻ ഒന്നേ ചോദിച്ചുള്ളൂ മാതാവിൻ്റെ അടുത്ത്, മാതാവ് ഒന്നെങ്കിലും പാസ്സാക്കണം, കാര്യം എനിക്ക് ടീച്ചറാകാൻ വേണ്ടി, എനിക്ക് ടീച്ചറാകണോ വേണ്ട അമ്മയുടെ ഇഷ്ടമാണ്. പക്ഷേ ഇത് ഞാൻ എലിജിബിൾ ആണ്, കാരണം എൻ്റെ കൂടെ ഉള്ള ഒരുപാട് പേര് വിശ്വസിക്കുന്നുണ്ട്, അവരുടെ വിശ്വാസം നഷ്ടപ്പെടുത്തരുത്, എനിക്കത് മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ കാറ്റഗറി 1 ആദ്യം നോക്കി. എനിക്ക് 90 മാർക്കാണ് വേണ്ടത്. എനിക്ക് 108 മാർക്ക് തന്ന് മാതാവിനെ അനുഗ്രഹിച്ചു. സെക്കൻഡ് നോക്കാൻ എനിക്ക് പേടിയായിരുന്നു, കാര്യം ഞാൻ ഇടയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ ഫസ്റ്റാണ് സെക്കൻഡിനെ അപേക്ഷിച്ച് എളുപ്പം, പക്ഷേ സെക്കൻഡ് തന്നാൽ എൻ്റെ കൂടെ ഉള്ളവർ ഉറപ്പായിട്ടും വിശ്വസിക്കും, കാര്യം അവർ എഴുതിയതാണ്, അവരാരും പാസ്സായിട്ടില്ല. എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പാണ് അവരുടെ വരും, പക്ഷേ ചോദിക്കാനുള്ള യോഗ്യതയില്ല, ഞാൻ ഒന്നും എഴുതിയിട്ടില്ല. പിന്നെ നിൻ്റെ ഹിതം, ഞാൻ ഒരുപാട് അങ്ങനെ വാശി പിടിച്ച് ചോദിക്കുക ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ കാറ്റഗറി 2 നോക്കി, കിട്ടില്ലെന്ന് വെച്ച് നോക്കി. എനിക്ക് 90 മാർക്കാണ് വേണ്ടത്, എനിക്ക് 91 മാർക്ക് തന്ന് മാതാവിനെ അനുഗ്രഹിച്ചു. ഞാനിപ്പോൾ LP-യിലും UP-യിലും പഠിപ്പിക്കാൻ എലിജിബിളായിട്ടുള്ള ടീച്ചറായിട്ട് അവിടെ നിൽക്കുന്നത്. ഈ ഒരു ടൈറ്റിൽ, ടീച്ചറിനുള്ള ടൈറ്റിൽ എനിക്ക് തന്നത് പരിശുദ്ധ അമ്മയാണ്. അതേസമയം തന്നെ ഞങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് കിട്ടുമ്പോൾ ഹോൾ ടിക്കറ്റ് നമുക്ക് വെരിഫിക്കേഷന് വേണ്ടി സൂക്ഷിച്ച് വെക്കണം. അപ്പം ഞാൻ എക്സാം സമയത്ത് ആ ടീച്ചർ ഇതുപോലെ പറഞ്ഞു ഇത് വെരിഫിക്കേഷന് വേണ്ടി സൂക്ഷിച്ച് വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് ആദ്യത്തെ എക്സാം തന്നെ പോയി, വെരിഫിക്കേഷൻ വല്ല ഒന്നുമില്ല. ഈ ഹോൾ ടിക്കറ്റ് മാതാവേ നീ പ്രയോജനമില്ലാതെ കളയാനിടയാക്കല്ല, ഇത് അമ്മ എനിക്ക് എന്ന സൈനാണ്. ഇത് വെരിഫിക്കേഷന് എൻ്റെ വീട്ടിൽ ഈ ഹോൾ ടിക്കറ്റ് വാങ്ങുന്ന ആൾക്കാർ വരുമ്പോൾ പരിശുദ്ധ അമ്മയായിരിക്കണം ഞാൻ എലിജിബിൾ ആക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ അന്ന് മുതൽ എൻ്റെ ഹോൾ ടിക്കറ്റിലും എൻ്റെ സെറോക്സ്, നമ്മൾ ബബിൾ ചെയ്യുന്ന സെറോക്സ് കിട്ടും, അതിലും വിശുദ്ധ തൈലം തൂത്ത് അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ ഉടമ്പടി പത്രികയുടെ മുകളിൽ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ ഡെയിലി ബ്രെഡിൻ്റെ സമയത്തും അച്ഛൻ ഡോക്യുമെൻ്റ് എടുത്ത് പ്രാർത്ഥിക്കാൻ പറയുന്ന സമയത്ത് ഞാൻ ഇതെൻ്റെ കയ്യിൽ വെച്ച് തന്നെ പ്രാർത്ഥിക്കും. പരിശുദ്ധ അമ്മ എനിക്ക് ഈ തന്ന വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അതെൻ്റെ കഴിവുകൊണ്ടല്ല, ഒരിക്കലുമല്ല. ഞാൻ ഇന്ന് ടീച്ചറായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും എൻ്റെ കഴിവുകൊണ്ടല്ലെന്നുള്ളത് 100% ഉറപ്പ്. അത് എന്നെ കേൾക്കുന്ന എൻ്റെ കൂട്ടുകാർക്ക് നല്ല വൃത്തിക്കറിയാം, കാരണം എന്നെക്കാൾ പഠിക്കുന്നവരുണ്ട്, അവർക്ക് പോലും കാറ്റഗറി 1 കിട്ടിയവരുണ്ട്, കിട്ടാത്തവരുണ്ട്. ആ സമയത്താണ് എൻ്റെ കൂട്ടത്തിൽ എഴുതിയ ഞാൻ മാത്രമാണ് കാറ്റഗറി 1ഉം 2ഉം പാസ്സായതിന്. എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി ഞാൻ പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ DLED എക്സാം സെക്കൻഡ് സെമസ്റ്റർ വരെയുള്ള എൻ്റെ എക്സാം പാസ്സായതിന് ഞാൻ ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3rd സെമ്മും 4th സെമ്മിൻ്റെ കാര്യമാണ് പറയുന്നത്. 4th സെമ്മിലും എനിക്ക് നല്ല ടഫായിരുന്നു, പഠിക്കുമെങ്കിലും എനിക്കൊന്നും ഓർമ്മയുണ്ടാവില്ല. എനിക്ക് ലാംഗ്വേജ് ഭയങ്കര ടഫാണ്. എൻ്റെ ലൈഫിൽ എനിക്ക് ഇതുവരെ ലാംഗ്വേജിന് A+ എന്ന് പറഞ്ഞ സംഭവം കിട്ടിയിട്ടില്ല. എൻ്റെ കൂടെ ഉള്ളവർ ലാംഗ്വേജ് സ്പെഷ്യൽ എടുത്ത് പഠിച്ചവരുണ്ട്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിതുവരെയും കിട്ടിയിട്ടില്ല, കിട്ടാനും പോകുന്നില്ല, മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഇത്തവണ എനിക്ക് A+ തരണമെന്ന് പറഞ്ഞു. റിസൾട്ട് വന്നപ്പോൾ എൻ്റെ കൂടെ ലാംഗ്വേജ് സ്പെഷ്യൽ എടുത്ത് പഠിച്ചവർക്കൊക്കെ A+ ഒന്നുമില്ല, പക്ഷേ എനിക്ക് A+ ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഞെട്ടലായിരുന്നു, ഇതെന്താ അവർക്കില്ലല്ലോ, അതും എനിക്ക് അവരുടെ മുന്നിൽ പരിശുദ്ധ അമ്മയുടെ വലിയ സാക്ഷിയാക്കി മാറ്റാനുള്ള ഒരവസരം. അതുപോലെ 3rd സെമ്മിൻ്റെ എക്സാമും നമുക്ക് സെം വൈസ് ആണെന്ന് പറഞ്ഞാലും 1st സെം, 2nd സെം, 3rd സെം, 4th സെം 3 കൂടെ ഒന്നിച്ച് എഴുതേണ്ട സബ്ജക്റ്റ് ഉണ്ട്. മാത്സും
സയൻസൊക്കെ വരുമ്പോൾ ഭയങ്കര ടഫാണ്. ഇതുപോലെ തന്നെ പഠിക്കുന്ന സമയത്ത് ഫുൾ കരച്ചിലും ബഹളമാണ്, ഒരു വഴിയില്ല. കാശുരൂപമൊക്കെ മുറുക്കി പിടിച്ച് പ്രാർത്ഥിക്കും, പറ്റുന്നത്രയും ജപമാല ചൊല്ലും, എല്ലാം ഉടമ്പടിയിൽ എന്തൊക്കെ പറയുമോ അതിൻ്റെ അപ്പുറം ചെയ്യാൻ നോക്കും. വിശേഷവിധ എന്തൊക്കെ ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റുന്നുണ്ടോ അതെല്ലാം ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ എക്സാം പോകുന്ന സമയത്ത് ഫുൾ ബ്ലാങ്ക് ആണ് മനസ്സ്. എൻ്റെ കൂട്ടുകാരൊക്കെ വന്നിട്ട് എൻ്റെ മുന്നിൽ ഇരുന്നിട്ട് ആൻസർ പറയും, ക്വസ്റ്റ്യൻ പറയും. ഞാൻ നോക്കുമ്പോൾ ഇവർ പറഞ്ഞതൊക്കെ ഞാൻ പഠിച്ചതാണ്, പക്ഷേ എനിക്ക് അതിൻ്റെ ഒരു കൺസെപ്റ്റ് പോലും ഓർമ്മയില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് അവരുടെ മുന്നിൽ കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് അവരുടെ അടുത്തുനിന്ന് മാറിയിരുന്നു. ആകെ ഉണ്ടാകുന്ന ഈ കാശുരൂപം ഇതും പിടിച്ച് ആകാശത്തോട്ട് നോക്കിയിരുന്ന് കരഞ്ഞുകൊണ്ട് ക്ലാസ്സിൽ കയറിയ അവസ്ഥയുണ്ട്. കാര്യം ഒന്നും അറിയത്തില്ല, പഠിച്ചതൊന്നും ഓർമ്മയില്ല. അതാണ് ഏറ്റവും വലിയ സങ്കടം വരുന്നത്. പരിശുദ്ധ അമ്മയ്ക്ക് എന്നെ വിട്ടുകൊടുത്തു. ഞാൻ ജപമാലയും കാശുരൂപമായിട്ട് ക്ലാസ്സിൽ കയറി. അന്ന് ഞാൻ മാതാവിനോട് അടയാളം ചോദിക്കണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയിട്ട് ഞാൻ ചോദിച്ചില്ല. കാര്യം കിട്ടിയില്ലെങ്കിൽ അതെനിക്ക് ഭയങ്കര സങ്കടമാവും. കാരണം ഞാൻ മാതാവിനെ അത്രയും വിശ്വസനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അടയാളമൊന്നും ചോദിച്ചില്ല. പക്ഷേ എക്സാമിന് വന്നപ്പോൾ എൻ്റെ ക്ലാസ്സിൽ നിന്ന് ടീച്ചർ ഇട്ടിരുന്ന ഡ്രസ്സ്, ഷോള്, ബോട്ടം, ടോപ്പ് ഉൾപ്പെടെ നല്ല ഡാർക്ക് നീല, അതിനകത്ത് വേറെ ഒരു പ്രിൻ്റും ഇല്ല. അന്നേ ഞാൻ ഉറപ്പിച്ച് പരിശുദ്ധ അമ്മേൻ്റെ കൂടെ ഉണ്ട്, എന്നെ കൈവിട്ടിട്ടില്ല എന്നുള്ളത്. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് അതിനും ഞാൻ എഴുതിയ 3 എക്സാമിന് A+, DLEഡിൻ്റെ എക്സാം ഞാൻ 90% മേലെയാണ് പെർസെൻറ്റേജോടാണ് പാസ്സായത്. അതിനും എൻ്റെ കഴിവല്ലെന്നുള്ളത് 100% ഉറപ്പാണ്. ഈശോയും മാതാവും എൻ്റെ കൂടെ ഇല്ലാതെ ഇത്രയും വലിയൊരു വിജയം എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടത്തില്ലെന്നുള്ളത് 100% ഉറപ്പാണ്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ്. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമാണ് ചെയ്തത്. എല്ലാ മാസം നവംബർ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഒരു മാസം പോലും മുടങ്ങാതെ ഞാൻ ഒരു ദിവസം ഇവിടെ വരും, പത്രം വാങ്ങിക്കും, ഇവിടെ ഇരുന്ന് മാതാവിനോട് കുറേ കാര്യമൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു പോകും. അതിനുശേഷം സെപ്റ്റംബറിലാണ് എനിക്ക് എക്സാം. അന്ന് മുതൽ ഒരു കെട്ട് പത്രത്തിന് 2 കെട്ട് പത്രം വായിക്കാൻ തുടങ്ങി. എക്സാമിന് പോയ സമയത്ത് ഞാൻ ഒന്നും പഠിക്കാനൊന്നും നോക്കിയില്ല. അവിടെ നിന്ന് എല്ലാവർക്കും കൃപാസന പത്രം പറഞ്ഞു കൊടുത്തു. അത് ഞാൻ എല്ലാവരോടും പറയും, കേൾക്കാൻ ഇഷ്ടം അല്ലെങ്കിലും പത്രം കൊടുക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടേ കൊടുക്കത്തുള്ളൂ. ഇൻട്രസ്റ്റ് ഉള്ളവരുടെ അടുത്ത് 15-20 മിനിറ്റ് നിന്ന് ഞാൻ പറയും. കാര്യം എനിക്ക് കിട്ടിയ ഓരോ ചെറുതും വലുതുമായ കാര്യങ്ങൾ എനിക്ക് അത്രയും സ്പെഷ്യലാണ്. കാര്യം അതെല്ലാം എനിക്ക് പരിശുദ്ധ അമ്മ തന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരോടും ഞാൻ പറഞ്ഞു കൊടുക്കും. അന്ന് മുതൽ ഇന്ന് വരെ 2 കെട്ട് പത്രം വാങ്ങിക്കും, വിശുദ്ധ തൈലം തേച്ച് പ്രാർത്ഥിക്കും, ഒരു വചനം അതിനകത്ത് എഴുതും, പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മേനെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ കൊണ്ട് കൊടുക്കും. കാരുണ്യപ്രവർത്തിയായിട്ട് ചെയ്യുന്നതും എനിക്ക് ചെറുതായിട്ട് പോക്കറ്റ് മണിയൊക്കെ വീട്ടിൽ നിന്ന് തരും. അത് ഞാൻ എൻ്റെ ആവശ്യത്തിന് മാക്സിമം ഉപയോഗിക്കാറില്ല. ആവശ്യമുള്ളവർക്കൊക്കെ ഒരുപാട് ഞാൻ കൊടുക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊടുക്കാൻ. കാര്യം കൊടുക്കും തോറും ഒരുപാട് കിട്ടുന്ന എനിക്ക് ജോലിയില്ല, പക്ഷേ എനിക്ക് എവിടുന്നേലുമൊക്കെ ഒരു തവണ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സമയം തന്നെ എനിക്ക് മാതാവ് തരുന്നതായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മടിയില്ലാതെ ചോദിക്കുന്നവർക്ക് ഞാൻ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ പേരൻസ് വഴിയും ഞാൻ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്, ചോറ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഓൾഡ് ഏജ് ഹോം വിസിറ്റ് ചെയ്യും. ഞാൻ ആദ്യം എനിക്കൊരു അവസരം ഉണ്ടായിരുന്നു, ആഴ്ചയിൽ ഒരിക്കൽ കാരുണ്യപ്രവൃത്തി ചെയ്യാൻ. എല്ലാ ദിവസവും ഒരു ഓൾഡ് ഏജ് ഹോമിൽ പോയിട്ട് ഒരു അമ്മച്ചീനെ കുളിപ്പിക്കാൻ എൻ്റെ ടീച്ചിങ് പ്രാക്ടീസിൻ്റെ സമയത്ത് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ തോൽവി വന്നപ്പോഴും എൻ്റെ ഒരു ഉടമ്പടി നിബന്ധനകളിലും ഞാൻ മുടക്കം വരുത്തിയിട്ടില്ല, കുറവ് വരുത്തിയിട്ടുമില്ല. അങ്ങനെ അതെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങൾ വന്നു. എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നൊരു ശീലം ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. പക്ഷേ വെറുതെ പോയി നിൽക്കുക അല്ലാതെ ഇപ്പം ഓരോ വിശുദ്ധ കുർബാനയിലും അച്ഛൻ പറയുന്നതും നമ്മൾ പറയുന്നതുമായ ഓരോ കാര്യങ്ങളെ അർത്ഥം അറിഞ്ഞ് വിശുദ്ധ കുർബാനയിൽ മാക്സിമം ഈശോനെ കാണണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് നിന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ തന്നെ ജപമാലയും ഓരോ കാര്യങ്ങളും കൂടുതൽ ശ്രദ്ധയോടെ പരിശുദ്ധ അമ്മേനെ നോക്കിക്കൊണ്ട് തന്നെ ചൊല്ലി കാഴ്ചവെക്കാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ ഉപവാസം, പിന്നെ അതെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ബൈബിൾ വായന മുടക്കാറില്ല. എന്തെങ്കിലും ഒരു വയ്യാഴിക വന്നാൽ മാത്രം, എനിക്ക് എഴുന്നേക്കാൻ പറ്റാത്തപ്പോൾ മാത്രം ബൈബിൾ വായന 1-2 ദിവസം മുടങ്ങിയാൽ അതിനോട് ചേർത്ത് അടുത്ത ദിവസം ഞാൻ കൃത്യമായിട്ട് ചെയ്യാറുണ്ട്. പിന്നെ അഖണ്ഡ ജപമാല പറ്റുമ്പോഴൊക്കെ ഞാൻ ചൊല്ലാറുണ്ട്. അത് സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നും മാതാവിന് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കൊടുക്കാൻ നേരം ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് തന്നെയാണേലും അഖണ്ഡ ജപമാല ചൊല്ലും. പിന്നെ എല്ലാ കാര്യം ഉടമ്പടി പറയുന്ന എല്ലാ കാര്യങ്ങളും, പിന്നെ വിശേഷവിധ എന്തെങ്കിലും ചെയ്യാൻ തോന്നുക. ഞാനിപ്പം കൂടുതലും എൻ്റെ ലൈഫിന് ഒഴിവാക്കിയിരുന്ന ഫിലിംസൊക്കെ ഞാൻ കൂടുതൽ ഒഴിവാക്കിയിട്ടുണ്ട്. ഞാൻ 1 വർഷമായിട്ട് ഫിലിംസൊന്നും കണ്ടിട്ടില്ല. അത് ഞാനായിട്ട് തന്നെ എടുത്ത തീരുമാനമാണ്. കാര്യം ഈ 2 മണിക്കൂർ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 4 സാക്ഷ്യം കാണാൻ പറ്റും. മാക്സിമം സമയം കിട്ടുന്നതനുസരിച്ച് ഒരു സാക്ഷ്യം പോലും മുടക്കാതെ ഞാൻ സാക്ഷ്യങ്ങൾ ഫുള്ള് കാണാൻ നോക്കും. അതുപോലെ ധ്യാനം ഞാൻ ഫുള്ള് കേൾക്കും. അത് അന്ന് തന്നെ കേൾക്കും, എന്തൊക്കെ വന്നാലും. അങ്ങനെ എല്ലാ കാര്യവും ഒരു കുറവും കൂടാതെ കൃത്യമായിട്ട് പാലിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മേൻ്റെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ, ഒരുപാട് പറഞ്ഞാൽ തീരുകയില്ല. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും എൻ്റെ ജീവിതത്തിൽ തന്ന എല്ലാ ചെറുതും വലുതുമായിട്ട് എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഇവിടെ നന്ദി പറയുന്നു.
കീർത്തനങ്ങൾ 91, 14, 15 തിരുവചനങ്ങൾ. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. നീനു മേരി ജോസഫ് എന്ന ഈ മകൾ വളരെ സുന്ദരമായ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യമാണ് നമ്മോട് പങ്കുവെച്ചത്. ഉടമ്പടി എന്താണ്, ഉടമ്പടി എങ്ങനെ ജീവിക്കണം, അതാണ് മകളുടെ വാക്കുകളിലൂടെ നമ്മോട് പറഞ്ഞുകൊണ്ടിരുന്നത്. മകൾ ഉടമ്പടിയെ സ്നേഹമായിട്ടാണ് കണ്ടത്. അമ്മ മാതാവിനോട് കറയറ്റ സ്നേഹം, ശരണപ്പെടുന്ന സ്നേഹം, സർവം സമർപ്പിക്കുന്ന സ്നേഹം. ആ സ്നേഹത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ടാണ് അവരുടെ ജീവിതത്തിലുള്ള എല്ലാ പരിമിതികളെയും കൊടുക്കുന്നത്. പഠിച്ചത് മറന്നു പോകുന്നു, വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല, കൂട്ടുകാർ ഉത്തരങ്ങൾ പറയുമ്പോൾ കണ്ടിട്ടുള്ളതായിട്ടറിയാം, എല്ലാം ബ്ലാങ്കായി നിൽക്കുന്നു. അങ്ങനെ ആ പഠന മേഖലയിൽ നിരവധിയായ നിരന്തരമായ പരാജയങ്ങളും അതിൻ്റെ പോരായ്മകളും അവളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ദൈവത്തോട് കലഹിക്കാനോ മാതാവിനോട് കലഹിക്കാനോ പരാതികൾ പറഞ്ഞ് സമയം കളയാനോ ഒന്നും അവൾ ശ്രമിച്ചിട്ടില്ല. അവൾ ഓരോ നിമിഷവും അല്പം കൂടി മെച്ചപ്പെടുത്തി എങ്ങനെ ഉടമ്പടി ജീവിക്കാം, അല്പം കൂടി നന്നായി എങ്ങനെ പ്രാർത്ഥിക്കാം, അല്പം കൂടി നന്നായി എങ്ങനെ കാരുണ്യ പ്രവൃത്തി ചെയ്യാം, എൻ്റെ കയ്യിൽ ലഭിക്കുന്നതെല്ലാം കൊടുക്കും തോറും പല വഴികളിൽ കയ്യിൽ വീണ്ടും ദൈവം അനുഗ്രഹം വെച്ച് തരുന്നത്, സമ്പത്ത് വെച്ച് തരുന്നത്, അത് വീണ്ടും കൊടുക്കുവാൻ ഉള്ളിൽ തന്നെ ആഗ്രഹം ജനിപ്പിക്കുന്നത്. മകൾ അതിനെയാണ് ഈ സാക്ഷ്യത്തിലൂടെ പങ്കുവെക്കുന്നത്. പ്രിയമുള്ളവരെ, അവളുടെ ജയങ്ങളെക്കാൾ ഉപരി അവൾ അമ്മയിൽ അർപ്പിച്ച ആശ്രയത്വമാണ് പ്രധാനപ്പെട്ടത്. ഉടമ്പടിയിൽ നമുക്ക് എപ്പോഴും ഉണ്ടാവേണ്ട അടിസ്ഥാന മനസ്സ്, അത് നമ്മൾ ഉടമ്പടി ജീവിച്ചു തുടങ്ങുമ്പോൾ അമ്മ മാതാവിനോടും ഈശോയോടും നമ്മുടെ സ്നേഹം വർദ്ധിച്ചു വരണം. സ്നേഹം വർദ്ധിക്കുന്നതനുസരിച്ച് സമർപ്പണം കൂടിക്കൊണ്ടിരിക്കും. സമർപ്പണം കൂടുന്നതനുസരിച്ച് ഈശോയ്ക്ക് വേണ്ടി, അമ്മ മാതാവിന് വേണ്ടി ജീവിതത്തെ വിശുദ്ധിയിൽ നിലനിർത്തുവാനും എന്തും ത്യാഗത്തോടെ നിർവഹിക്കുവാനും നമ്മളെ അത് സഹായിച്ചു കൊണ്ടിരിക്കും. ആ ഒരു പ്രചോദനവും ആ ദൈവശരണത്തോടു കൂടിയുള്ള ജീവിതവുമാണ് ഉടമ്പടിയിൽ നമുക്ക് തന്നെ കഴിവുകൊണ്ട് നേടാനാവാത്തതൊക്കെ, നമുക്ക് തന്നെ പഠിച്ചിട്ട് മനസ്സിലാവാത്തതൊക്കെ, നമുക്ക് തന്നെ പരിശ്രമിച്ച് പരാജയപ്പെട്ടതൊക്കെ, നമുക്ക് തന്നെ ദീർഘനാളായി ആഗ്രഹിച്ചിരുന്നത് തടസ്സപ്പെട്ട് കിടക്കുന്നതൊക്കെയും അമ്മ നമുക്ക് വേണ്ടി അനുഗ്രഹത്തിൻ്റെ വിജയങ്ങളായി, അനുഗ്രഹത്തിൻ്റെ വഴികളായി മാറ്റിത്തരുന്നത്. അതുകൊണ്ടാണ് ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മോട് പറയുന്നത്, നിങ്ങൾക്ക് നടക്കുന്ന കാര്യങ്ങളൊന്നും നിയോഗമായി എഴുതരുത്, അസാധ്യമായത് മാത്രം എഴുതി വയ്ക്കണം. കാരണം മഹത്വവും നന്ദിയും ദൈവത്തിന് മാത്രം കൊടുക്കുവാൻ പറ്റുന്ന വിധത്തിൽ എൻ്റെതല്ല കർത്താവേ, നിൻ്റെ കൃപ മാത്രം, നിൻ്റെ കരുതൽ മാത്രം, നിൻ്റെ സ്നേഹം മാത്രം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ അനുഭവിക്കുന്നതെന്ന് പറയുവാൻ നമുക്ക് സാധിക്കണം. ഉടമ്പടി ജീവിതം നമ്മളെ ആത്മീയ അടിത്തറയുള്ള മക്കളാക്കി മാറ്റുകയാണ്. ദൈവത്തെ ഓൺ ചെയ്യുന്ന, ദൈവം സ്നേഹിക്കുന്ന മക്കളായി നമ്മളെ മാറ്റുകയാണ്. അതുകൊണ്ട് എത്ര കണ്ട് ദൈവത്തിന് വേണ്ടി നമ്മുടെ ഓരോ ദിവസത്തെ ജീവിതത്തെയും കൊടുക്കുവാനാകുമോ അതനുസരിച്ച് ദൈവം നമ്മുടെ ജീവിതങ്ങളെ സുരക്ഷിതമായി നയിക്കും, ആപത്തിൽ കാത്തുകൊള്ളും, കഷ്ടതകളിൽ നിന്ന് വിടുവിച്ചു തരും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ എൽത്താരയിൽ പറഞ്ഞത്. പല ആവർത്തി അവൾ പറഞ്ഞു, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതിനേക്കാൾ ഉപരി അവൾ അമ്മ മാതാവിനെയും ഈശോയും സ്നേഹിച്ചതിന് ഈശോയും അമ്മ മാതാവും അവളെ സ്നേഹിക്കുന്നു എന്നതിന് കൊടുത്ത സമ്മാനമാണ് അവളുടെ ഡിയലിഡിൻ്റെ വിജയങ്ങൾ, അവളുടെ കേറ്ററ്റിൻ്റെ വിജയങ്ങൾ. അത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി കൂടുതൽ നന്മകൾ ചെയ്യുവാൻ അവളെ കൂടുതൽ നല്ല പ്രേക്ഷിതയായി ലോകത്തിലേക്ക് അമ്മയും ഈശോയും അയക്കുന്നതിൻ്റെ അടയാളം കൂടെയാണ്. ഈ മകൾക്ക് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക്, നല്ലൊരു ആത്മീയ ജീവിതത്തിന്, ഉടമ്പടി ജീവിതത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.